ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. നമ്മുടെ ഇന്നത്തെ സത്സംഗ് വേദിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമുക്കിന്ന് ശ്രീ നാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകം എന്ന ദാർശനിക കൃതിയിലെ 78ാമത് ശ്ലോകമാണ് പഠിക്കേണ്ടത്. ശ്ലോകം ഒന്ന് വായിക്കാം. മരണവുമില്ല, പുറപ്പുമില്ല, വാഴും നരസുരാസുരരാദിയുമില്ല നാമരൂപം. മരുവിലമർന്ന മരീചി നീരുപോൽ നിൽപ്പൊരു പൊരുളാം പൊരുളല്ല ഇതോർത്തിടേണം. ജനനവും മരണവും ജീവിതം, മനുഷ്യൻ, ദേവൻ എന്നിവയൊന്നുമുള്ളതല്ല, വെറും നാമരൂപങ്ങൾ മാത്രം. മരുഭൂമിയിൽ ചേർന്നിരിക്കുന്ന മരീചികയിൽ ജലം കാണുന്ന പോലൊരു കാര്യമാണിത്. ഇത് പരമാർത്ഥമല്ല എന്ന് ഓർത്തിരിക്കണം. ഇതാണ് ഇതിൻ്റെ സംക്ഷിപ്ത രൂപം. ഇതിനെ നമുക്കൊന്ന് വിശദമായിട്ട് പഠിക്കാം. ഗുരു ഈ ശ്ലോകത്തിലൂടെ ഒരു പരമാർത്ഥ സത്യത്തെ വെളിപ്പെടുത്തുകയാണ്. ഇതൊരു അനുഭവ തലത്തിൽ നിന്നും കൊണ്ട് ഗുരു പറയുകയാണ്. നമുക്കിതുവരെ ആ തലം പ്രാപ്തമായില്ല. എന്നാൽ ആത്മോപദേശ ശതകം നാം 78ാമത് ശ്ലോകം നമുക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും ഇപ്പോൾ പറ്റുന്നുണ്ട്. ഈ വാസ്തവത്തെ തിരിച്ചറിയാതെ നാം ജീവിക്കുന്നു. ഗുരു അനുഭവത്തിൽ ജീവിക്കുന്നു. ഗുരുവിൻ്റെ കൃതികൾ പഠിക്കുമ്പോഴാണ് ഗുരുവിൻ്റെ ആത്മീയ തലം നമുക്ക് ബോധ്യമാകുന്നത്. പഞ്ചഭൂതാത്മകമാണെന്ന്, അതായത് പ്രപഞ്ചം പഞ്ചഭൂതാത്മകമാണെന്ന് നാം പഠിച്ചു. പഞ്ചഭൂതങ്ങൾക്ക് അതിൻ്റേതായ ഒരു സ്വഭാവമുണ്ടെന്നും എന്നാൽ ഇതിൻ്റെ എല്ലാം ഏകത്വമായ പൊരുൾ ഒന്നാണെന്നും നാം പഠിച്ചു. മരണവുമില്ല, പുറപ്പുമില്ല, ഒന്നും ജനിക്കുന്നുമില്ല, ഒന്നും മരിക്കുന്നുമില്ല. ഇതൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. നമ്മുടെ അനുഭവത്തിൽ എല്ലാറ്റിനും ജനനവും മരണവും നാം കാണുന്നു. വാഴ്വുമില്ല, വാഴ്വ് എന്ന് പറഞ്ഞാൽ ജീവിതം, ജീവിതവുമില്ല. എന്തൊരു വലിയ യാഥാർത്ഥ്യമാണ് ഗുരു പറയുന്നത്. ജീവിതം തോന്നലാണ്. മരണവുമില്ല, ജനനവുമില്ല. പിന്നെ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഒരു തോന്നലാണ്. സൃഷ്ടിസ്ഥിതി നാശവുമില്ല. ഇതാണ് പച്ചയായ പരമാർത്ഥം. നമുക്ക് ഉണ്ടാകുന്നു എന്നൊരു തോന്നൽ, നിലനിൽക്കുന്നു എന്നൊരു തോന്നൽ, നശിക്കുന്നു എന്നൊരു തോന്നലാണത്രേ. ആത്മാവാകുന്ന സമുദ്രത്തിലെ കുമിളകളാണ് ഈ ശരീരം എന്ന് നാം മുമ്പേ പഠിച്ചു. ശരീരം പേറുന്നത് കൊണ്ടാണ് നാം ജീവിക്കുന്നത് എന്നറിയുന്നത്. പ്രാപഞ്ചികമായ അറിവ് നമുക്കുണ്ടാകുന്നത് ശരീരത്തിലെ പഞ്ചേന്ദ്രിയങ്ങൾ വഴിയാണ്. ശരീരം കൊണ്ട് നാം പഞ്ചഭൂതങ്ങളെ മാത്രമേ അറിയുന്നുള്ളൂ. പഞ്ചഭൂതങ്ങൾക്കൊരു രഹസ്യമുണ്ട്, ഏകമായ ഒരേ ഒരു പൊരുൾ. നമുക്ക് ആ രഹസ്യം അറിയില്ല. ഇന്ദ്രിയങ്ങൾക്കതീതമായ ഈ അറിവ് നാം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ പൊരുളായ ഏകമായ രഹസ്യം അറിയാൻ പറ്റൂ. ആ ഏകമായ രഹസ്യത്തിന് മരണവുമില്ല, ജനനവുമില്ല, ജീവിതവുമില്ല. കാര്യമായ പഞ്ചഭൂതങ്ങളുടെ ഏകമായ ആ ചൈതന്യത്തിന് ഒരു ചലനവുമില്ല. അതിനൊരു ചലനവുമില്ലാതെ ഘനീഭവിച്ച് അതായി വർത്തിക്കുന്നു. ശ്വാസതാവസ്ഥയിൽ ആത്മാവ് സമുദ്രത്തിലെ ജലാംശം തന്നെയാണ്. കുമിളയായി രൂപാന്തരപ്പെട്ടതുപോലെ ആത്മാവ് ആയ സമുദ്രത്തിലെ ജലാംശം തന്നെയാണ് കുമിളയായി രൂപാന്തരപ്പെട്ടതുപോലെ കുമിളക്ക് വേറൊരു അസ്തിത്വമുണ്ടെന്ന് നാം കരുതുന്നു. അത് നിലനിൽക്കുന്നു എന്നൊരു തോന്നൽ, അതിന് നാശവുമുണ്ട്. കുമിളയായിരിക്കുന്ന ശരീരത്തിനാണ് ജനനവും മരണവും ജീവിതവും ഉണ്ടെന്ന് തോന്നുന്നത്. എന്നാൽ ഇതിനെല്ലാം ആധാരമായിരിക്കുന്ന ആ സമുദ്രത്തിന് ഇതൊന്നും ഇല്ല. ഗുരു പറയുന്നു, അഖണ്ഡമായ ഏകമായ ആദിമ ചൈതന്യത്തിന് ജനനവും മരണവും ജീവിതവും ഒന്നുമില്ല.
ഇത് ശാശ്വതമായി നിലകൊള്ളുന്നു, എന്നും സ്ഥായിയായിരിക്കുന്നു. സ്ഥായിയായിരിക്കുന്നതിലുള്ള ചില ഉയർച്ച താഴ്ചകളാണ് സൃഷ്ടിസ്ഥിതി ലയമെന്നൊക്കെ നാം പറയുന്നത്. ഇതൊക്കെ മേലേത്തട്ടിൽ മാത്രം സംഭവിക്കുന്നതാണ്. അടിത്തട്ടിൽ മരണവുമില്ല, ജനനവുമില്ല, വാഴ്വുമില്ല, നരസുരരാദികളില്ല. നരെന്ന് പറഞ്ഞ മനുഷ്യൻ, സുരൻ ദേവൻ. മനുഷ്യനും ദേവാദികളുമില്ല. ഇതൊക്കെ ചൈതന്യത്തെക്കുറിച്ചാണ് ഗുരു പറയുന്നത്. പ്രപഞ്ചത്തിൽ ഇതൊക്കെ ഉള്ളതായി നമുക്ക് തോന്നുന്നു. നാം പഠിക്കുന്നതെല്ലാം പഞ്ചഭൂത നിർമ്മിതമായതിനെക്കുറിച്ചാണ്. പഞ്ചഭൂതങ്ങളുടെ രഹസ്യത്തിനെക്കുറിച്ച് പഠിക്കുന്നില്ല. അതുകൊണ്ട് നമുക്കിതൊക്കെ ആശ്ചര്യമായി തോന്നാം. നിത്യ നിശ്ചലമായ ആത്മാവിനെയാണ് ഗുരു ഇവിടെ പ്രതിപാദിക്കുന്നത്. അതിന് മരണവുമില്ല, ഉറപ്പുമില്ല, വാഴ്വുമില്ല, നര സുരരാദികളില്ല, നാമരൂപം മാത്രം. പ്രപഞ്ചം പഞ്ചഭൂതാത്മകമാണെന്നും പ്രപഞ്ചത്തിന് കാരണമായിരിക്കുന്ന പഞ്ചഭൂതങ്ങളുടെയെല്ലാം ഏകമായ രഹസ്യമായ സത്യത്തെയാണ് ഗുരു ഇവിടെ പ്രതിപാദിക്കുന്നത്. ഗുരുദേവൻ ദാർശനികനായതുകൊണ്ട് പ്രപഞ്ച സത്യം അനുഭവമാണ്. നാം സാധാരണക്കാരാണ്. നമ്മുടെ അറിവ് പ്രപഞ്ച വസ്തുക്കളെക്കുറിച്ചാണ്. പ്രപഞ്ചത്തിന് കാരണമായിരിക്കുന്ന ഏകമായ സത്യം നമുക്കറിയില്ല. ആ സത്യത്തെക്കുറിച്ചാണ് ഗുരു ഇവിടെ ഉപദേശിക്കുന്നത്. ആ സത്യത്തിന് മരണമില്ല, ജനനമില്ല, ജീവിതവുമില്ല, നരസുരരാദികളുമില്ല. ചുരുക്കത്തിൽ നമ്മൾ കാണുന്നതൊന്നും സത്യമല്ല. അവാസ്തവത്തെ കണ്ടിട്ട് വാസ്തവമാണെന്ന് നാം കരുതുന്നു. നാം ഇല്ലാത്തതിനെ ഉണ്ടെന്നു കരുതി അതിനെ താലോലിച്ച് അതിനുവേണ്ടി ജീവിച്ച് മരിക്കുന്നവരാണ്. മനുഷ്യനായ നാം ജന്തു സഹജമായി ജീവിച്ചാൽ പോരാ. മനുഷ്യൻ മനനം ചെയ്യുന്നവനാണ്. മാനവൻ മനനത്തിലൂടെ പുത്തൻ അറിവുകൾ കണ്ടെത്തി തലം മനസ്സിൻ്റെ തലം ഉയർന്നു വന്ന് മനുഷ്യൻ നന്നാവുന്നു. അവൻ മനസ്സിനെ വികസിപ്പിച്ച് അതിനെ ഇല്ലാതാക്കുന്നു. അമനീഭാവം, മനസ്സ് ഇല്ലാത ഭാവത്തിൽ എത്തുന്നു. മനസ്സ് വികസിച്ച് ഇല്ലാതാവണം. ഈ നന്നാകൽ മനനത്തിലൂടെ സാധിക്കൂ. അവൻ വികസിച്ച് ആത്മബോധത്തിൽ ഉയർന്ന് തന്നെ കാണുന്നു. ഒരാൾ വിചാരിക്കുന്ന കാര്യത്തെ മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് ചുരുങ്ങിയ സങ്കുചിത മനസ്സായതുകൊണ്ടാണ്. വികസിച്ച മനുഷ്യർക്ക് വിവേകപൂർണമായി കാര്യങ്ങൾ മനസ്സിലാക്കാം. ചുരുങ്ങിയ മനസ്സ് വിശ്വത്തോളം വികസിക്കണം എന്നാണ് ഗുരു പറയുന്നത്. മനുഷ്യൻ്റെ ഈ നന്നാകൽ മനനത്തിലൂടെയേ സാധിക്കും. മനനം ചെയ്ത് മനുഷ്യന് വികാസം സംഭവിക്കുമ്പോൾ അവൻ പ്രാപഞ്ചിക ബോധത്തിൽ നിന്ന് ആത്മബോധത്തിലേക്ക് ഉയരുകയാണ്. പഞ്ചഭൂതാത്മകമായ അന്വേഷണത്തിൽ തൻ്റെ ഉൾപ്രപഞ്ചത്തിലേക്ക് തിരിഞ്ഞ് തന്നെ കാണുന്ന അവസ്ഥയിൽ എത്തുന്നു. അവിടെ നാമരൂപങ്ങളില്ല, ഭേദഭാവങ്ങളില്ല, മനുഷ്യനില്ല, ദേവന്മാരില്ല, ഒന്നുമില്ല, എല്ലാം തോന്നലാണ്. മരുവിൽ അമർന്ന മരീചി നീരുപോൽ നിൽപ്പൊരു പൊരുളാം. പൊരുളല്ല ഇതോർത്തിടേണം. ഇനി മരുവിൽ അമർന്ന മരീചി നീരുപോൽ. നമ്മുടെ പ്രപഞ്ചാനുഭവം മരുഭൂമിയിലെ കാനൽ ജലം പോലെയാണ്. മരുഭൂമിയിൽ അതിചൂടാണ്. പകൽ റോഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഓളം വെട്ടുന്നത് പോലെ നമുക്ക് കാണാം. ചൂട് കൂടുമ്പോൾ ചൂടുകൊണ്ടുണ്ടാകുന്ന റേഡിയേഷനാണ് ഒഴുക്കുപോലെ തോന്നുന്നത്. ഇത് മരുഭൂമിയുടെ സ്വഭാവമാണ്. ഇത് വേറെ എവിടെയും കാണാൻ പറ്റില്ല. വൃക്ഷങ്ങൾ ഉള്ളിടത്ത് ഇത് കാണാൻ പറ്റില്ല. ഉഷ്ണകാലത്ത് വെയിലത്ത് റോഡിൽ നോക്കിയാൽ നമുക്കിതറിയാം. സ്കൂളിൽ പോകുമ്പോഴൊക്കെ നാം ഇത് കണ്ടിട്ടുണ്ട്. നമുക്കിത് അനുഭവമാണ്. മരീചി നീരായി തോന്നുന്നു. അങ്ങനെ ഒരു നീരില്ല. മരുഭൂപ്രകൃതിക്കുണ്ടാകുന്ന ഒരു പ്രതിഭാസമാണിത്. അങ്ങനെ ഒരു നീരില്ല, ഒരു വെള്ളമില്ല. മരുഭൂമിയുടെ സ്വഭാവത്തിൽ പെടുന്നതാണ് മരീചി നീരെന്ന സാധ്യത. അത്രയും വെയിലിൽ റോഡിലൂടെ നടന്നാൽ നമുക്കിത് കാണാൻ പറ്റും. യഥാർത്ഥത്തിൽ അങ്ങനെയൊരു നീരില്ല. ജന്തുക്കൾക്കത് മനസ്സിലാകില്ല. അതുകൊണ്ടാണ് കലമാൻ അത് കണ്ട് ഓടുന്നത്. മരീചി കണ്ട മാൻപേട പോലെ എന്നൊക്കെ ഒരു ചൊല്ലുണ്ടല്ലോ.
ദൂരത്ത് നോക്കുമ്പോൾ കലമാന് നീരാവിയെ കാണുന്നു. മാൻപേട ഓടുന്നു. പിന്നെയും ദൂരെ കാണുന്നു, അത് ഓടുന്നു. അങ്ങനെ ഓടി ഓടി മാൻപേട തളർന്നു വീഴുന്നു. ഇതേ അവസ്ഥയാണ് നമ്മുടേത്. ഈ ജീവിതം മരീചി നീര് പോലെയാണ്. ഇത് കുടിച്ചാസ്വദിക്കാൻ, ദാഹം ശമിപ്പിക്കുവാൻ നാം ശ്രമിക്കുന്നു. ഈ പ്രാപഞ്ചിക ഉദാഹരണത്തിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കാം. മരുഭൂമിയിൽ അമർന്ന മരീചി നീര് പോൽ നിൽപ്പൊരു പൊരുളാം, എന്നാൽ പൊരുളല്ല ഇതോർത്തിടേണം. മരുഭൂമിയിലെ കാനൽ ജലം പ്രവഹിക്കുന്നത് പോലെയാണ് ഈ പ്രപഞ്ചവും ഈ പ്രാപഞ്ചിക ജീവിതവും. ഇതിന് പൊരുളില്ല, ഇത് നിരർത്ഥകമാണ്. കുട്ടികൾക്ക് ഇത് മനസ്സിലാവില്ല. എന്നാൽ ബുദ്ധിയുള്ള യുവജനങ്ങൾക്ക് ഇത് പറഞ്ഞാൽ വേഗം മനസ്സിലാവും. നമ്മുടെ ജീവിതം പ്രാപഞ്ചികമായ അറിവിൽ ജീവിച്ച് പ്രപഞ്ചത്തിൻ്റെ രഹസ്യത്തിലേക്ക് പോകണം. അറിവിൽ ജീവിച്ച് പ്രപഞ്ചത്തിൻ്റെ രഹസ്യത്തിലേക്ക് നാം പോവുകയാണ് വേണ്ടത്. അവിടെ ആ പ്രാപഞ്ചികമായ അറിവിൽ മാത്രം ജീവിച്ചു തീർക്കേണ്ടതല്ല ജീവിതം. അതിനപ്പുറം പ്രപഞ്ചത്തിൻ്റെ രഹസ്യത്തിലേക്ക് പോകണം. പഞ്ചഭൂതങ്ങൾക്കൊരു രഹസ്യമുണ്ടെന്നും ആ രഹസ്യം ഏകമാണെന്നും ആ രഹസ്യത്തെയാണ് ഗുരു ഇവിടെ പ്രതിപാദിക്കുന്നതെന്നറിയുക. പഞ്ചഭൂതങ്ങൾക്കതീതമായ ആ സത്യത്തെ അറിയണം. പഞ്ചഭൂതങ്ങൾക്കൊരു കാരണമുണ്ടെന്നും ആ കാരണവസ്തുവാണ് പ്രപഞ്ചമെന്ന കാര്യത്തിന് ആധാരമെന്നും നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ഗുരു. പൊരുളല്ല ഇതോർത്തിടേണം. ഈ പ്രപഞ്ചം പൊരുളല്ല. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ, പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിനെയും തൊട്ടെണ്ണിയാൽ അതിന് ശാശ്വതാവസ്ഥയില്ല, വാസ്തവമില്ല എന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. നിന്നിടും ദൃക്ക് പോലുള്ളം, പ്രപഞ്ചത്തിൻ്റെ കാഴ്ചക്കാരനായിരിക്കുന്ന ഒരു ദൃക്കുണ്ടെന്നും പ്രപഞ്ചം ഒരു ദൃശ്യമാണെന്നും അറിയുക. നാം ഈ ദൃശ്യത്തിൽ പെട്ടിരിക്കുകയാണ്. മനുഷ്യരുടെ ഏറ്റവും വലിയ പരാജയം എന്തെന്നാൽ ഈ പ്രപഞ്ചം അവാസ്തവികമാണെന്ന് നമുക്ക് ബോധ്യമാകുന്നില്ല. നാം ഈ പ്രപഞ്ചം വാസ്തവമാണെന്ന് ബോധ്യപ്പെട്ട് ജീവിക്കുകയാണ്. ഈ പ്രപഞ്ചം നേരാണെന്ന് കരുതി അതിൽപ്പെട്ടു പോയിരിക്കുകയാണ് നാം. പ്രപഞ്ചത്തിനതീതമായ ആ സത്യത്തെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. ഇതിനപ്പുറം നാം പോകുന്നില്ല. പ്രപഞ്ചത്തിനപ്പുറത്തേക്ക് നമ്മെ കൈപിടിച്ചുയർത്തുകയാണ് ഗുരു ഇവിടെ ചെയ്യുന്നത്. ഉത്തിഷ്ഠോത്തിഷ്ഠ ശീഘ്രം. പ്രപഞ്ചത്തിനാധാരമായിട്ടുള്ളതാണ് ആ സത്യം. ആ സത്യത്തെ കണ്ടെത്തുവാൻ നാം നമ്മുടെ ജീവിതത്തെ വിനിയോഗിക്കണം. അപ്പോഴാണ് നാം വികസിച്ച് മനുഷ്യനാകുന്നത്. മനുഷ്യൻ നന്നാകാൻ ഗുരുകൃപ ഉണ്ടാവട്ടെ. ഹരി ഓം നമഃ ശിവായ.